ഹലോ എവരിവൺ, അസ്സലാം വലൈക്കും. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവട എന്ന് പറയുന്നത് ചിലർക്ക് ഉള്ളിവട, ഉള്ളിബജി എന്നൊക്കെ പറയും. ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് സവാള കാണുന്നുണ്ട്, സവാള, അതുപോലെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ വേപ്പില. അപ്പോൾ അത് നമ്മൾ സവാള ഈ പാത്രത്തേക്ക് ഇട്ട് നന്നായിട്ട് ഉപ്പിട്ട് കുഴയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നന്നായിട്ട് കുഴയ്ക്കുക. ഉള്ളിവട എന്ന് പറയുന്നത് ഇഫ്താർ സ്പെഷ്യൽ ഒന്നുമല്ല, എന്നാലും നമ്മൾ നോർമലായിട്ട് സ്നാക്സിൽ യൂസ് ചെയ്യാണ്ട് ഉള്ളിവട ഉണ്ടാക്കുന്നു മാത്രം. ഇത് ചെറിയൊരു കടിയാണ്, നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നുള്ളൂ. നന്നായിട്ട് ഉപ്പ് നന്നായിട്ട് തേച്ച് നന്നായിട്ട് കുഴയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇഞ്ചി, അതുപോലെ പച്ചമുളക്, പിന്നെ അതുപോലെ വേപ്പില ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് കാണുന്നുണ്ടാവും ഇത്തിരി അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത്തിരി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി കടലമാവ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഇത്. ആവശ്യത്തിന് നിങ്ങൾ എത്രയാണ് സവാള എടുക്കുന്നത് അതിന് ആവശ്യത്തിന് ഇത് ഓരോന്ന് ഇട്ടാൽ മതി. നന്നായിട്ട് കുഴക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി, അനാവശ്യത്തിന് കുറേ വെള്ളം ഒഴിക്കണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഒഴിക്കാം, തൽക്കാലം ഇപ്പോൾ ആവശ്യത്തിന് ഒഴിക്കാം. ഇനിയും പൊടികൾ വേണമെങ്കിൽ ഇടാട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നന്നായിട്ട് കുഴക്കണം കേട്ടോ. എനിക്ക് ഇത്തിരി കൂടി മൈദപ്പൊടി കടലപ്പൊടിയും ചേർക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഫുള്ള് ചേർക്കണം, ഞാൻ അടുത്തത് ഫുള്ള് ചേർക്കുന്നുണ്ട്, മൈദപ്പൊടിയും കടലപ്പൊടിയും. ഉപ്പ് ഞാൻ കുറച്ചാണ് ചേർത്തത്, നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചേർത്താൽ മതി, ഉപ്പ് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കൂടാണ്ടിരുന്നാൽ മതി. വേണമെങ്കിൽ ഇത്തിരി കൂടി അരിപ്പൊടി ചേർക്കാം കേട്ടോ. അരിപ്പൊടി എന്ന് വെച്ചാൽ ക്രിസ്പിനെസ്സിനാണ്. നന്നായിട്ട് കുഴച്ച് സെറ്റ് ആക്കും. ഇനി നമുക്ക് കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ വെച്ച ഉള്ളിവട, അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിവട അല്ല, മാവ് കുഴച്ചത്, റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് കുഴച്ചത് നമ്മൾ ഓരോ മാവ് പീസ് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇതിനിടയ്ക്ക് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഈ ഷേപ്പിൽ ഓരോന്നാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുക്കുന്ന ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് എണ്ണയിൽ ജസ്റ്റ് നിങ്ങൾ ഒരുവിധം കുറവാകുമ്പോൾ എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് കുഴക്കുന്നുണ്ട്. അപ്പോൾ വറുത്തെടുത്തിട്ട് തരാം.